നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ മരണ വീട്ടിൽ പോകുന്നത് നെഗറ്റീവാണോ? നമ്മൾ അങ്ങനെ ഒരു മരണത്തിന് സംബന്ധിച്ചാൽ തിരിച്ചു വരുമ്പോൾ വീട്ടിന് പുറത്ത് വെച്ച് തന്നെ കുളിക്കുക, ഇട്ടുകൊണ്ടുപോയ വസ്ത്രങ്ങൾ മാറുക, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമാണോ? ശരിക്കും അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വേറൊരാൾ മരിക്കുമ്പോൾ അത് കാണാൻ പോയതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെ നെഗറ്റിവിറ്റി വരുമോ? ഇത് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇത് നെഗറ്റീവ് ആണെന്ന് എല്ലാ മതത്തിലും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ നിരീശ്വരവാദികൾ ഇതിലൊന്നും മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത്തിരി ഭക്തിയും ദൈവവിശ്വാസവും ഉള്ളവർക്കൊക്കെ അറിയാം ഈ മരണ വീട്ടിൽ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവാണ്. അപ്പൊ എന്റെ സംശയങ്ങൾക്ക് ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന ചില സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്. മരണ വീട് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരാൾ മരിക്കുമ്പോൾ ആ ആത്മാവ് ശരിക്കും ആ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ വരുന്നത് ഒരു കൂട്ടം നെഗറ്റീവ് ശക്തികളാണ്. നെഗറ്റീവ് ശക്തികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന മരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ശക്തി മെയിനായിട്ട് കാണും. അതിന്റെ കുറെ ശിഷ്യ ശക്തികളുണ്ട്. ശിഷ്യരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് കീഴെ നിൽക്കുന്ന ചില അദൃശ്യ ശക്തികളും ഒക്കെ ഒരു മരണത്തോട് സംബന്ധിച്ച് അല്ലെങ്കിൽ മരണം അടുക്കാറാകുമ്പോൾ തന്നെ ഈ വ്യക്തിയുടെ അടുത്ത് വരും. ഈ വ്യക്തി നല്ല ദൈവീകമായി ഉയർന്ന ഒരാളാണെങ്കിൽ ആത്മീയമായ വളർച്ചയൊക്കെ നേടി ആ സൃഷ്ടാവൻ ദൈവത്തെ മാത്രം ധ്യാനിച്ചും പ്രവൃത്തിയും അതൊക്കെ നല്ല രീതിയിൽ ഫുൾ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ മരണം ആഗ്രഹിച്ച് ചോദിച്ചു വാങ്ങിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ അയാളെ മുന്നിൽ ശരിക്കും കീഴ്പ്പെട്ട് കാത്തു നിൽക്കും. കാരണം അയാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അവിടെ ഇയാൾക്ക് ഈ ശക്തികളെ കാണുമ്പോൾ ഭയമോ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളോ മരണ വെപ്രാളമോ അങ്ങനെയൊന്നും വരില്ല. കാരണം അയാൾ വിളിച്ചു വരുത്തി അവരെ കൂട്ടത്തിൽ പോവാൻ ധൈര്യമായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു മരണത്തിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് അധികം നെഗറ്റിവിറ്റി വരില്ല. അധികം നെഗറ്റിവിറ്റി വരില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ നെഗറ്റീവ് ഒരു അന്തരീക്ഷം അവിടെ വരും. പക്ഷെ അത് നമുക്ക് വലിയ പ്രശ്നം വരില്ല. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. അപ്പൊ അങ്ങനെ ഈ സൃഷ്ടാവാൻ ദൈവത്തിന്റെ ഫുൾ പോസിറ്റീവിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആ ഒരു ആത്മാവിന്റെ അവിടെ ആ ഒരു മരണത്തിന് പോകുമ്പോൾ അവിടെ അത്ര നെഗറ്റീവ് ഫീൽ ചെയ്യില്ല. പക്ഷെ ഒരാളുടെ സ്വാഭാവിക മരണം, അപകട മരണം അല്ലെങ്കിൽ ആത്മഹത്യ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും. കാരണം ഈ വ്യക്തിയെ കൊണ്ട് ഈ ആത്മഹത്യ ചെയ്യിപ്പിച്ചതോ അല്ലെങ്കിൽ ദുർമരണപ്പെടുത്തിയതോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇപ്പൊ ദൈവത്തിന്റെ റൂട്ടിൽ നിൽക്കുന്ന ഒരു ആത്മാവാണ് ഒരാളാണെങ്കിൽ പോലും ദുർമരണപ്പെട്ടല്ല, ആത്മഹത്യ ചെയ്ത 100% നെഗറ്റീവ് ആണ്, അവിടെ വേറെ നോക്കാനില്ല. പക്ഷെ അപകട മരണം വരുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവുകൾ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവുകളും ചെയ്തതായിരിക്കാം, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ അതും പോസിറ്റീവായിട്ട് പോകേണ്ട ഒരു വ്യക്തിയെ ദുർമരണം സംഭവിക്കുന്ന കാര്യം. അപ്പൊ അവിടെയും ഈ മരണം എന്ന് പറയുന്നത് നെഗറ്റീവ് ശക്തികളുടെ ഒരു പ്ലാനിങ് ആണ്. അപ്പൊ നമ്മൾ പോകുമ്പോൾ നെഗറ്റീവാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി അതെങ്ങനെയൊക്കെയാണ് നെഗറ്റീവ് ആകുന്നത്, എത്രത്തോളമാണെന്നുള്ള ചില വിശദീകരണങ്ങളാണ് അടുത്ത ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇപ്പൊ ഒരു ആത്മഹത്യ ചെയ്യുന്ന ഒരു ആത്മാവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രൂര പ്രവൃത്തികൾ ചെയ്ത് മരിച്ച ഒരു ആത്മാവാണെങ്കിൽ ആ കക്ഷി അല്ലെ ആ പുള്ളിയുടെ ചുറ്റും അനേക നെഗറ്റീവ് ശക്തികൾ ഉണ്ടായിരിക്കും. അത് എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ഒന്ന് പുള്ളിയുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ശക്തികൾ കുറേ കാണും. കുറേ എന്ന് വെച്ചാൽ അനേകം കാണും. നമ്മൾ ലക്ഷോപലക്ഷം നെഗറ്റീവ് ശക്തികൾ പല റേഞ്ചിലുള്ള ഒരു വ്യക്തിയിൽ കാണും. അപ്പൊ ഇതെല്ലാം പുള്ളി മരിച്ചു കഴിയുമ്പോൾ ആ പുള്ളിയുടെ അകത്ത് സ്ഥാനം കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം പുള്ളിയിൽ നിന്ന് പുറത്തു ചാടും. ഇത് അവിടെ കറങ്ങി നടക്കും. ഇനി ഇത് പുള്ളിയുടെ അടുത്ത അവകാശികളുടെ മേൽ കയറാൻ പാകത്തിന് കുറെ എണ്ണം അടുത്ത തലമുറയിലേക്ക് വലിഞ്ഞു കയറും. അത് നടന്നിരിക്കും, മാറ്റമൊന്നുമില്ല. ഓരോ വ്യക്തിയിൽ അച്ഛൻ മാതാപിതാക്കളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ മക്കളിലേക്ക് അടുത്ത് വന്നിരിക്കും. അവരുടെ അവകാശമാണ് രക്തബന്ധം. ആ വഴി അത് പൂർണ്ണമായി ഇപ്പുറത്തോട്ട് ചാടും. പതുക്കെ ചാടി കയറി. പക്ഷെ കുറച്ച് നേരത്തേക്ക് ഇവരിവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഇനി അപ്പുറത്ത് കയറുമ്പോൾ പോലും ആ മക്കളിൽ കയറുമ്പോൾ ഈ അച്ഛനിൽ നിൽക്കുന്ന അല്ലെ അമ്മയിൽ നിൽക്കുന്ന അത്ര സുഖം അവിടെ ആദ്യം ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മളെന്നൊരു വീട്ടിൽ നല്ല സുഖിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഗവൺമെന്റ് പറയണ ഇറങ്ങി മാറണം, അല്ലെങ്കിൽ ഒരു ഭൂമിയിലൊക്കെ വന്ന വീട് നശിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇറങ്ങി അടുത്തൊരു സ്ഥലത്ത് പോയി താമസം ഉറപ്പിച്ചൊന്ന് സെറ്റിൽ ആവാനായിട്ട് ഇത്തിരി സമയമെടുക്കും. അതുപോലെ ഈ ഒരാളിൽ നിന്ന് പുറത്തു ചാടുന്ന നെഗറ്റീവ് ശക്തികൾ അടുത്തൊരു വ്യക്തിയിലേക്ക് ഒന്ന് സ്വസ്ഥമായി ഒന്ന് സുഖം പിടിച്ച് വരാൻ സമയമെടുക്കും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ മക്കള്
അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ആത്മീയ വളർച്ച നേടിയ തലമുറയാണ് അടുത്തതെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾക്ക് പലർക്കും ആ പുള്ളിയുടെ ആത്മീയ വളർച്ചയുടെ അളവനുസരിച്ച് അതിനെക്കാട്ടിലും പവർഫുൾ ആയ നെഗറ്റീവ്സിനെ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ആ പുള്ളിയുടെ അടുത്ത തലമുറയുടെ ആത്മീയ വളർച്ചയുടെ ലെവലിൽ നിന്ന് താഴെ നിൽക്കുന്ന നെഗറ്റീവ് ശക്തികൾക്ക് പുള്ളിയുടെ അകത്തോട്ട് കയറാൻ പറ്റൂല. കാര്യം പവർ കുറവാണ്, പുള്ളിയുടെ ആത്മാവിന് പവർ കൂടുതലാണ്. അപ്പൊ അതിനെക്കാട്ടിയും കൂടിയ നെഗറ്റീവ് ശക്തികൾ പതുക്കെ പുള്ളി മക്കളിലേക്ക് പതുക്കെ കയറാൻ കഴിയാത്തത് അടുത്ത എവിടെ കയറാം, എവിടെയെങ്കിലും കയറിയാലേ അവർക്ക് അടുത്ത സുഖം പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അവർക്കൊരു മീഡിയം വേണം, ഒരു ശരീരം വേണം അവർക്ക് പ്രവർത്തിക്കാൻ, അവരുടെ ആഗ്രഹങ്ങൾ എത്തിക്കാൻ. അപ്പൊ നെഗറ്റീവ് ശക്തികൾ അവിടെ കറങ്ങി നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ വലിയ ആത്മബലമൊന്നും ഇല്ലാത്ത നമ്മൾ മരണത്തിന് അവിടെ ചെന്ന് ഇങ്ങനെ അയ്യോ പാവം പോലെ നിൽക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ പതുക്കെ നോക്കുമ്പോൾ ഇവന്റെ ആത്മാവിന് അത്ര ബലമില്ല, പതുക്കെ വലിഞ്ഞു കയറാൻ തുടങ്ങും. അപ്പൊ ആദ്യം വലിഞ്ഞു കയറുമ്പോൾ നമ്മുടെ ആത്മാവ് ഉള്ള ബലം വെച്ച്, ഉള്ള പോസിറ്റീവ് ശക്തികളുടെ സഹായം വെച്ച് മാക്സിമം ഫൈറ്റ് ചെയ്യാൻ നോക്കും. അതാണ് ഭയങ്കരമായ തലവേദന, വിമിഷ്ടം, ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് അനുഭവപ്പെടുന്നതിന്റെ കാരണം അവരുടെ ഉള്ളിൽ നെഗറ്റീവ്, അവിടെ നിന്ന് വരുന്ന നെഗറ്റീവും നമ്മളിലുള്ള പോസിറ്റീവായിട്ടുള്ള ഫൈറ്റ് നടക്കണതാണ്. നമ്മുടെ ഉള്ളിലെ ആവശ്യത്തിന് കുറെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ വെളിയിൽ നിന്ന് കുറെ നെഗറ്റീവോടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ് തീരെ അങ്ങ് നശിച്ചു പോകും, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തോറ്റു പോകും. അപ്പൊ അത് ആദ്യം ഫൈറ്റ് ചെയ്യും. അതാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഈ മരണം വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ തലവേദനയൊക്കെ ചിലർക്ക് അനുഭവപ്പെടുന്നത്, ഛർദ്ദിക്കാനൊക്കെ തോന്നുന്നത്, ഇതൊക്കെ ഈ ഫൈറ്റ് അകത്ത് നടക്കുന്നതാണ്. കുറച്ച് ബലമുള്ള ആത്മാക്കൾ, നെഗറ്റീവ് ആത്മാക്കൾ നമ്മളിലേക്ക് വലിഞ്ഞു കയറും. എന്നാൽ അത്ര കൊണ്ട് ശക്തി ഇല്ലാത്ത ചിലത്, ഇപ്പൊ നമ്മൾ ആത്മാവിന് കുറച്ചെങ്കിലും ബലം ഉണ്ടെങ്കിൽ നമ്മളിലേയും വലിഞ്ഞു കയറാൻ പറ്റൂല. അപ്പൊ അവർ പിന്നെയും കറങ്ങി നടന്ന് ബലമൊട്ടും ഇല്ലാത്ത ആൾക്കാരെ നോക്കി അവരിലേക്കൊക്കെ വലിഞ്ഞു കയറും. ഇത് അകമേ നടക്കുന്ന കാര്യമാണ്. ഇത് കുളിച്ചാലൊന്നും പോവില്ല. പക്ഷേ ഒട്ടും ശക്തിയില്ലാത്ത ചില ശക്തികളുണ്ട്, നെഗറ്റീവ് ശക്തികളുണ്ട്. ഒട്ടും ശക്തികൾ നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തൊക്കെ അടിഞ്ഞുകൂടി അവിടെ നിന്ന് പതുക്കെ അകത്ത് കയറാവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള വളരെ ശക്തി കുറഞ്ഞ ആത്മാക്കളൊക്കെ കുളിക്കുമ്പോഴൊക്കെ അത് ശരീരത്തിന്റെ പുറത്തെ അവർ അടിഞ്ഞിരിക്കുകയുള്ളൂ. അത് പവേഴ്സാണ്, എല്ലാം കൊച്ചു പവേഴ്സിൽ അടിഞ്ഞിരുന്നത്. അത് വളരെ വളരെ ചെറുത്. ഇതൊക്കെയാണ് ഈ പുകയ്ക്കുമ്പോഴും ഇല്ലെങ്കിൽ എന്തെങ്കിലും മണമുള്ള സുഗന്ധ സ്പ്രേ സെന്റ് കഴിക്കുമ്പോഴും ഒക്കെ ചില നെഗറ്റീവ് ശക്തികൾ മാറും എന്ന് പറയുന്നതിന്റെ കാരണം ഈ വളരെ ബലമില്ലാത്ത ശക്തികൾ പോകും. പക്ഷെ കുറച്ച് ബലമുള്ള ശക്തികളെല്ലാം നമ്മളെ ഉള്ളിലേക്ക്, നമ്മളെ അടുത്ത ഡയമെൻഷനിലേക്ക്, നമ്മളെ ഉള്ളിലെ അടുത്ത ഡയമെൻഷനിലോട്ട് കയറി അവരവിടെ സ്ഥാനം പിടിക്കും. ഇത് നടന്നിരിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് നെഗറ്റീവ് വരുന്നു, നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വരുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിലേക്ക് അത് കയറി അടിഞ്ഞുകൂടി വരുമ്പോൾ അപ്പോഴൊന്നും ചിലപ്പം ഇവര് ബഹളമൊന്നും കാണിക്കില്ല, അവരവരുടേതായ സ്വഭാവം കാണിക്കുകയില്ല. നമ്മളിലുള്ള നെഗറ്റിവിറ്റി കൂടി വരികയാണ് ചെയ്യണത്. ഇപ്പൊ നമ്മളിൽ ആപ്പടെ ഒരു 30% നെഗറ്റീവ് ഉള്ള വ്യക്തിയാണ്. നമ്മളൊരു മരണ വീട്ടിൽ പോയി അവിടെ ചെന്ന് കറങ്ങി നിന്ന് അവിടുത്തെ കുറച്ച് നെഗറ്റീവ് കയറിയപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു 35-40% ആയിട്ട് തിരിച്ചു വരും. നമ്മളെ തിരിച്ചറിയില്ല. നമ്മൾക്ക് എന്താണോ വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളത്, ഇപ്പം നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇല്ലെ മക്കളുടെ വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു 5-10% കൂടെ അതങ്ങ് കൂടും. അങ്ങനെ വരുള്ളൂ. ഇനി ഇത് നമ്മൾ ആത്മാവിനതറിയാം കുറച്ചുകൂടെ നെഗറ്റീവ് കയറിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയും ആത്മാവിനത് മറികടക്കാൻ ആത്മാവ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം എന്തെങ്കിലും രീതിയിൽ വല്ല ആക്സിഡന്റോ അല്ലെങ്കിൽ നടക്കുമ്പം കൈയിടിക്കല്, മുട്ടിടിക്കല്, ഇല്ലെങ്കിൽ എന്തെങ്കിലും ധനനഷ്ടം, ഇത് ഏതെങ്കിലും വഴിയിലൂടെയൊക്കെ നമ്മൾ പോലും അറിയാതെ തന്നെ കുറച്ചങ്ങ് ബാലൻസ്ഡ് ആവും. അത് നമ്മൾ ആത്മാവും മറ്റേ നമ്മളിലുള്ള പോസിറ്റീവ് ശക്തിയിലൂടെ ചേർന്ന് നമ്മൾ പോലും അറിയാതെ ബാലൻസ് ആക്കാനുള്ള ശ്രമം നടത്തും. ഇതൊക്കെ ശ്രമിച്ചിട്ടും പറ്റാതെ ഒരു 50%-60% ഒക്കെ നെഗറ്റിവിറ്റി കയറി കഴിയുമ്പോഴാണ് നമ്മൾ ആത്മാവ് മൊത്തം അങ്ങ് ഡൗൺ ആയി പോണത്. പിന്നെ നെഗറ്റീവ് നമ്മളായിട്ട് വിളയാടി നമ്മളെ കൊണ്ട് കൊലപാതകം വരെ വേണമെങ്കിൽ ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് എന്റെ അവസ്ഥ. അപ്പം ആദ്യം വരുന്ന നെഗറ്റീവ് ശക്തികളെയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ പ്രതിരോധിക്കാനുള്ള അടിസ്ഥാന ഡ്യൂട്ടീസ് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കും. അതിനുള്ള ശക്തികളുണ്ടകത്ത്. അവരത് ചെയ്ത് ക്രമേണ നെഗറ്റിവിറ്റി അവർ തന്നെ മാറ്റും. അപ്പൊ നമ്മൾ അപ്പോഴായിരിക്കും 2 പേര് 3 പേര് ഒന്നിച്ച് മരിച്ച ഒരു വീട്ടിലൊക്കെ പിന്നെ അടുത്ത മരണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ പിന്നെയും നെഗറ്റിവിറ്റി വരും. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ പോസിറ്റീവ് ശക്തികളും നമ്മൾ ആത്മാവൊക്കെ ചേർന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മാക്സിമം ഫൈറ്റ് ചെയ്ത് ഇതിനെ പുറത്ത് കളയാൻ ശ്രമിക്കും. അപ്പൊ പുറത്ത് പോകുന്ന നെഗറ്റിവിറ്റി അവരുടെ തലമുറകളിൽ തന്നെ വലിഞ്ഞു കയറി എങ്ങനെയും സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്കും. അവകാശമുള്ളിടത്തോട്ട് തിരിച്ചു പോകും. ഇപ്പൊ വലിയ സുഖമില്ലെങ്കിലും അവിടെ തന്നെ വലിഞ്ഞു കയറി പിന്നെ അവരുടെ അകത്തിരുന്നും കൊണ്ട് അവരുടെ കുടുംബത്തെ കുളവാക്കിക്കൊണ്ട് അങ്ങ് പോകും. പക്ഷെ നെഗറ്റീവ് നമ്മളിലേക്ക് വരും. നമ്മൾ പോലും അറിയാതെ തന്നെ ഒരു ഫൈറ്റ് നടന്ന് അത് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇത് ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കും. ഇനി ഈ ആത്മീയ വളർച്ച ഉള്ള ഒരാൾ, ഇപ്പൊ ഞാനൊക്കെ ദൈവികമായ ഒരു കണക്ഷനൊക്കെ കിട്ടി ദൈവത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ചെടുക്കുന്ന സമയത്തൊക്കെ ഒരു മരണത്തിന് പോലും എന്നെ പോവാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ പോട്ടാന്ന് വെച്ചാൽ വേണ്ട, അപകടമാണ്, കാരണം നിന്റെ ഡ്യൂട്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല. അപ്പം എന്തിനു വെറുതെ വലിച്ചു കയറ്റി
പുറന്തള്ളിക്കുന്നു, പിന്നെയും പോയൊക്കെ വലിച്ചു കയറ്റി പുറന്തള്ളി. അത് പേടിച്ച് ഞാൻ പോകാറില്ല. അപ്പൊ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവം അപ്പൊ അങ്ങനെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയൊക്കെ മരിക്കുമ്പോൾ മരണത്തിന് പോകാതിരിക്കുന്നത് തെറ്റല്ലേ? അതെങ്ങനെ ശരിയാവും? നമ്മളെന്തോ നെഗറ്റീവായി പോകുന്നല്ലേ ജനം വിചാരിക്കുകയുള്ളൂ. അപ്പൊ ദൈവം പറയുന്നത്, ജനം എന്ത് വിചാരിച്ചാലും നമ്മളുടെ ആത്മാർത്ഥതയുള്ള ഒരു ആത്മാവ്, ഒരു വ്യക്തി, നമ്മളുടെ അടുത്ത് ഭയങ്കര സ്നേഹവും സത്യസന്ധതയും ആ ഒരു ആത്മാർത്ഥവും നമുക്കുണ്ട്, നമുക്ക് തിരിച്ചുകൊണ്ട് പുള്ളി മരിച്ചു. അപ്പൊ നമുക്ക് ഭയങ്കരമായ വിഷമം. അവസാന സമയത്ത് ഒരു നോട്ടം ആ ബോഡിയിലെങ്കിലും ഒന്ന് കാണണം എന്ന അതിയായ ആഗ്രഹം വെച്ച് ആണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പല പോസിറ്റീവ് ശക്തികൾ നമ്മുടെ മനസ്സ് കണ്ട് നമ്മളെ ഒരു പ്രൊട്ടക്ഷൻ തരും. കാരണം നമ്മളെ മനസ്സ്, നമ്മളിലുള്ള പോസിറ്റീവ് ശക്തികൾക്കും ദൈവത്തിനൊക്കെ അറിയാം, അത് കിട്ടുന്നുണ്ടല്ലോ. ഉള്ളിലൂടെ ആ കണക്ഷൻ കിട്ടും, ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പം നമുക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അവിടെ കിട്ടും, നമ്മുടെ മനസ്സ് മനസ്സിലാക്കി കിട്ടുന്നതാണ്. അല്ലാതെ ഒരാൾ മരിച്ചു, എന്തായാലും പോയി നോക്കാം എന്നും പറഞ്ഞ് വെറുതെ ചെല്ലുമ്പോഴാണ് ഈ നെഗറ്റിവിറ്റി അത്രയും നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കണം. ഇതിന്റെ വ്യവസ്ഥ ഇതാണ്. നമുക്ക് ആ വ്യക്തിയുടെ മരണത്തിൽ ഭയങ്കരമായ വിഷമമുണ്ട്, അവസാന സമയത്ത് ഒരു നോക്കെങ്കിലും കാണണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക, കാണുക. പക്ഷേ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ നിന്നും വെറുതെ വലിഞ്ഞു കയറി നിൽക്കരുത്. സൃഷ്ടാവൻ ദൈവമായിട്ട് ബന്ധം വരണം എന്നുള്ള ഒരാള് ഈ ചടങ്ങുകളിലൊന്നും താല്പര്യം വരാത്ത അല്ലെങ്കിൽ വേണ്ടെന്ന് ചിന്തിക്കുന്ന ആള് ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെയും അതാത് അവരുടെയൊക്കെ മതങ്ങളിലും അവരുടെയൊക്കെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ പാരമ്പര്യമായിട്ടൊക്കെ വലിഞ്ഞ് കൺട്രോൾ ചെയ്യുന്ന നെഗറ്റീവ് ശക്തികൾ ഈ ചടങ്ങുകളിൽ സംബന്ധിക്കുമ്പോൾ നമ്മളെയും ശല്യം അവര് പ്രവർത്തിക്കും. കാര്യം ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നെഗറ്റീവ് ശക്തികളാണ് ഇപ്പൊ നിയന്ത്രിക്കുന്നത്. ആദ്യം ദൈവികമായിരുന്നു, ഇപ്പോൾ അതൊക്കെ ചടങ്ങുകൾ തന്നെ ആയിപ്പോയത് കൊണ്ട് ഇപ്പൊ ചടങ്ങൊക്കെ അങ്ങനെയാണല്ലോ. പണ്ടത്തെ ചടങ്ങ് പോലെ അല്ല ഇന്നത്തെ ചടങ്ങ്. അന്ന് ദൈവം വെച്ച ചടങ്ങുകളുണ്ട്, അതല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഈ ചടങ്ങിന്റെ അന്ന് ഒരു എൻജോയ്മെന്റ് ആണ്. ഇപ്പൊ മരണത്തിനാണെങ്കിലും മരണത്തിന്റെ ഒരു മരണാനന്തര ചടങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സൈഡില് മരണാനന്തര ചടങ്ങ്, മറു സൈഡില് മദ്യപാനം, എൻജോയ്മെന്റ്, ചിരി, കളി, കുടുംബത്തിന്റെ പല പല കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു വേദി. അല്ലാതെ ഈ മരിച്ച വ്യക്തിയായിട്ട് ആത്മാർത്ഥതയൊന്നും ഇപ്പോഴത്തെ മരണാനന്തര ചടങ്ങുകളിലൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് നെഗറ്റീവിന്റെ കയ്യിലായി, അതുമൊക്കെ നെഗറ്റീവിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഇങ്ങനെയുള്ള ചടങ്ങുകളുടെ ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞ് ദൈവം തന്നെ അത് മതിയാക്കിയതിന്റെ കാരണം, മതിയാക്കുക എന്ന് പറയുന്നതിന്റെ കാരണമേ ഇതെല്ലാം ഇപ്പോ വെറും പേരിന് ചെയ്യുന്ന ചടങ്ങായിപ്പോയി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ പോയി വെറുതെ നെഗറ്റീവ് വലിച്ചു കയറ്റരുത് എന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ പോവാറില്ല. ഇനി അത്ര കണ്ട് ഭയങ്കരമായിട്ടുള്ള മരിച്ചപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റും, ഭയങ്കരമായ വിഷമം വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആണെങ്കിൽ എനിക്ക് പോയി കാണാം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആത്മമേ വളരും തോറും ഈ അറ്റാച്ച്മെന്റ് കട്ടായി പോകും തോറും അങ്ങനെ ഒരു ഫീൽ ആരുടെടുത്തും വരുന്നില്ല. അപ്പൊ ആര് മരിച്ചാലും പുള്ളി വന്നു, പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞു, സമയമായപ്പോൾ തിരിച്ചു പോയി. ചിലപ്പോൾ പോസിറ്റീവിലായിരിക്കും പോയത്, പുള്ളിയുടെ കർമ്മം തെറ്റിയെങ്കിൽ നെഗറ്റീവിൽ പോയി കാണും. അപ്പൊ ആ ഒരു മനസ്സ് വരുമ്പോൾ നമ്മൾ ആര് മരിച്ചാലും നമുക്ക് ഈ ഉള്ളി തട്ടി ഭയങ്കരമായിട്ടുള്ള അയ്യോ എനിക്ക് ആ ബോഡി അവസാനം ഒരു കാണണം എന്ന് അങ്ങനെ ചിന്ത വരൂല, എനിക്ക് വരുന്നില്ല. പക്ഷെ അങ്ങനെ വരുന്നില്ലാത്തല്ല ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും അത്ര കണ്ട് വിഷമം വരുന്ന ഒരു വ്യക്തിയുടെ മരണത്തിൽ നിങ്ങൾ പോകണം. പക്ഷെ പുള്ളിയുടെ ബോഡിയെ അടക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ചടങ്ങുകൾ എന്നും പറഞ്ഞ് അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അത് നെഗറ്റീവിന്റെ കയ്യിലായിപ്പോയി. അതുകൊണ്ട് ഇനി ആദ്യകാലങ്ങളിൽ എനിക്ക് പോയാൽ എനിക്ക് ദോഷം വരും, നെഗറ്റിവിറ്റി വരും എന്ന് ഞാൻ ദൈവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പോകാതിരിക്കുമായിരുന്നു. പക്ഷെ ചില അയൽപക്കത്തൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ വെറുതെ തല കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും നെഗറ്റീവ് പോസിറ്റീവ് തമ്മിലുള്ള ഫൈറ്റും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആത്മയുടെ കുറച്ചുകൂടെ വളർന്നപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ വരുന്നില്ല, നെഗറ്റീവ് എന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആത്മാവ് വളർന്ന അനുസരിച്ച് ഇതേപോലുള്ള മരണ വീട്ടിലുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് പുറത്ത് ചാടുന്ന നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് വരില്ല, അവർക്ക് പറ്റൂല. പക്ഷെ നമ്മുടെ ആത്മാവ് അത്രയും പവർഫുൾ ആയിരിക്കണം, നമ്മൾ അത്രയും പോസിറ്റീവ് ആയിരിക്കണം, എങ്കിലേ ഇത് ശ്രമിക്കാതെ വിട്ടുപോകും. കാര്യം ഈ ഉള്ളിലേക്ക് കയറാൻ പറ്റൂല എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പൊ എത്രത്തോളം നമ്മളങ്ങനെ വളർന്നു വരൂ അത്രത്തോളം നമുക്ക് മരണ വീട്ടിൽ പോയാലും പ്രശ്നം വരില്ല. ഇപ്പം എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ എന്നെ പ്രൊട്ടക്ട് ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിൽക്കുകയുള്ളൂ. അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കിപ്പോൾ ആയി എന്ന് നമുക്ക് അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മളൊരു മുൻകൂർ ജാമ്യം എടുത്ത് വെക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥിച്ചും കൊണ്ടൊക്കെ ഞാൻ പോവുള്ളൂ. ഇതാണ് എൻ്റെ ഒരു വസ്തുത. അപ്പൊ പലരും എന്നെ ചോദിക്കുന്നുണ്ട് നെഗറ്റീവ് വരുമോ, കുളിച്ചാൽ മാറുമോ, കുളിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കുളിക്കണം. കുളിക്കുകയൊക്കെ ചെയ്ത് വസ്ത്രം മാറുകയൊക്കെ ചെയ്ത് വസ്ത്രം കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്ര നെഗറ്റിവിറ്റി മാറും. പക്ഷെ
നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സൂക്ഷ്മതലത്തിലേക്ക് ആരെങ്കിലും വലിഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് കുളിച്ചിറങ്ങും പോകൂല. അതിനെ പ്രാർത്ഥിച്ച് തന്നെ അതിനെ പുറത്താക്കി തരണേ ദൈവത്തോട് പറയണം. എന്നിട്ട് മാക്സിമം ആവശ്യമില്ലാത്ത മരണ സ്ഥലത്തൊന്നും പോകേണ്ട ഇതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിങ്ങളുടെ മനസ്സിന്റെ വളർച്ച പോലെ ഇരിക്കും. നിർബന്ധമൊന്നും കാര്യങ്ങൾ സ്വതന്ത്രമാണ്. എനിക്ക് നിയമവ്യവസ്ഥയിൽ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. അത് എത്രത്തോളം പാലിക്കണം, വേണോ വേണ്ടേ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നോട് ദൈവം പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഈ മരണത്തിന്റെ പോക്ക് മതിയാക്കി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ഭയം വരും. അപ്പൊ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മരണ വീട്ടിലോ മരണത്തിനൊന്നും പോയില്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ അവരാരും നമ്മളെ വരൂലല്ലോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാം. വരണമെന്നില്ല. കാര്യം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവ് ഹാപ്പി ആയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ, ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ടേ എന്നും പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടായിരിക്കും ആത്മാവ് പോവേണ്ടടുത്തോട്ട് പോകുന്നത്. അപ്പൊ ബോഡി തിരിഞ്ഞു വരും നോക്കൂല. പിന്നെ ബോഡി ആര് കണ്ടാലെന്ത് കണ്ടില്ലെന്ത്, ഇതാണ് എന്റെ മനസ്സേ, ഞാൻ എന്റെ മനസ്സ് പറയണതാണ്. കണ്ടാലെന്ത് കണ്ടില്ലെന്ത്, അവിടെ കിടന്ന് അഴുകിയാലെന്ത്, ആരുടെ അടുത്ത് കത്തിച്ചാലെന്ത്, അത് അവരുടെ കാര്യം. അവര് ആൾക്കാര് ഇവൻ ഇങ്ങനെയാണ്, ഇവൻ നമ്മളെയൊന്നും വീട്ടിലൊക്കെ മരണത്തിന് വരാറില്ല, ഇവൻ എന്തോ ആയിട്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് പോകണ്ട, മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ ബോഡി എവിടെ കിടക്കും? അത് മറ്റുള്ളവർക്കേ ബുദ്ധിമുട്ടുണ്ടാക്കുകയുള്ളൂ. അപ്പൊ ബുദ്ധിമുട്ടുള്ളവരെന്തെങ്കിലുമൊക്കെ ബോഡി ചെയ്തോളും. നമ്മളതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പോകേണ്ടത് നമ്മളെ ആത്മാവല്ലേ, അത് പോകേണ്ടടുത്ത് എത്തിക്കോളും. അതാണ് എന്റെ വിശ്വാസവും എനിക്ക് ദൈവം പറഞ്ഞു തരുന്ന കാര്യവും അങ്ങനെയാണ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സ്, അതനുസരിച്ച് നിങ്ങൾ പാകപ്പെടുത്തി എടുക്കുക. നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന തിരിച്ചറിവ് പറയണം. അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പോകരുത് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പോകണമെങ്കിൽ പോകാം. ഇങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട്, എതിർത്ത് പ്രാർത്ഥിക്കുക, മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്.